അടുത്തത് ക്രമസമാധാനം. അടുത്ത പോയിന്റാണ് ലോ ആൻഡ് ഓർഡർ. ക്രമസമാധാന രംഗത്തെ മികവ് LDF 31.4%, UDF 42.7%, BJP 6.9%. പ്രതികരിക്കാത്തവർ അജിത് കുമാർ, നിങ്ങൾ ഇപ്പോഴും പ്രതികരിക്കുന്നില്ല, 18.9. ബിബീഷ്, എനിക്കിത് ഒരു പക്ഷേ ഇതിന് എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ചോദ്യത്തിലേക്ക് വരാൻ കാരണം പറയും? ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധി വിഷയങ്ങളെ എടുത്തുകൊണ്ട് ആ വിഷയങ്ങളിൽ LDF, UDF, BJP അല്ലെങ്കിൽ LDF സർക്കാരാകാം, UDF സർക്കാരാകാം, അല്ലെങ്കിൽ BJP പാർട്ടി ഈ വിഷയങ്ങളോട് ഇടപെടുന്നത് അല്ലെങ്കിൽ ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഈ പാർട്ടികൾ എങ്ങനെയാണ്, എത്രമാത്രം മികവുണ്ട് എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. ആ ചോദ്യത്തിൽ അഴിമതിയെക്കുറിച്ചുള്ള ചോദ്യമുണ്ട്, വിലക്കയറ്റത്തെക്കുറിച്ചുള്ള ചോദ്യമുണ്ടാകാം, അല്ലെങ്കിൽ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുന്നുണ്ടാകാം, ക്രമസമാധാനം പാലിക്കുന്നില്ല, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ. ഓരോ ചോദ്യത്തോടും ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മികവ് കൂടുതൽ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. ശൂരനാട്, താങ്കളിലേക്ക് ഞാൻ വരാം. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്താണ് പറയൂ? കഴിഞ്ഞ 4 വർഷക്കാലം, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷക്കാലം കേരളത്തിന്റെ ക്രമസമാധാന നിലയിലുണ്ടായിട്ടുള്ള അതിശക്തമായ പുരോഗതി തിരുവഞ്ചൂർ മാറിയ ശേഷം 1 വർഷക്കാലം ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിയായിരുന്നു. ഏറ്റവും വലിയ നേട്ടം അത് സർവേയിൽ ഏകദേശം വന്നിട്ടുണ്ട്. കുറെ കൂടി മണി വരുമായിരുന്ന എന്റെ ഒരു വളരെ പിശുക്കതിനെ കാണിച്ചു 50-അപ്പുറം പോകണം. അല്ല, പക്ഷേ ഡോക്ടർ ഐസക്, ഇത് എനിക്ക് തോന്നുന്നു, എനിക്ക് വീണ്ടും തോന്നി, താങ്കൾ ഇപ്പം ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അവർ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞു പോയതാണ്. പക്ഷേ അവർക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ സഹായിച്ചത് ഈ അജിത്തിനെ പോലുള്ള മാധ്യമപ്രവർത്തകർ കുത്തിവെച്ചിട്ടുള്ള വാർത്തകളായിരിക്കാം, അല്ലെങ്കിൽ സൃഷ്ടിച്ചുള്ള പെർസെപ്ഷൻ പ്രകാരം നിങ്ങൾ പിന്നോട്ട് പോകും. ഇടതുപക്ഷത്തെ കുറിച്ച് തുടർച്ചയായിട്ട് വിമോചന സമരകാലം മുതൽ ഈ അക്രമത്തോട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രചാരണമൊക്കെ കേരളത്തിൽ നടന്നിട്ടുള്ളൂ. ഈ കേരളത്തെക്കുറിച്ചുള്ളൊരു ഐഡിയോളജിക്കൽ കൺസ്ട്രക്റ്റ് തന്നെ അങ്ങനെ ആക്കിയെടുത്ത വിമോചന സമരം. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. ഇപ്പോഴും UDFന്റെ ആയാലും BJPയുടെ ആയാലും ഏറ്റവും വലിയ ക്യാമ്പയിൻ പോയിന്റ് എന്താണ്? ഈ വിഷയമാണ്. അങ്ങനെ ഈ വിഷയം ഉണ്ടായിട്ട് പോലും 42% പേരെ UDF ആണ് മികവ് എന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ പ്രചരണം ഒരു പരിധിവരെ യേശുന്നുണ്ട് എന്നുള്ളൊരു തെളിവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം. അതായത് ഈ ഒരു സർവേയിൽ നിന്ന് ഓരോ മുന്നണിക്കും ചില പാഠങ്ങൾ ഉൾക്കൊള്ളാറുണ്ട്. അതിൽ ഒരു പാഠം അഴിമതി പോലുള്ള, വിലക്കയറ്റം പോലുള്ള മേഖല എന്ന് പറയുന്നത് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അണ്ടർബെല്ലിയാണ്. അതിൻ്റെ മുകളിലായിരിക്കും ഡോക്ടർ ഐസക് ആദ്യം വാളാകാൻ പോകുന്നത് ക്യാമ്പയിനിൽ. പക്ഷേ LDFന് ഒരു പക്ഷേ ഒരു സോഫ്റ്റ് സ്പോട്ട് എന്ന് പറയാവുന്ന ഒരു മേഖല 1 ബാറ് 2 ക്രമസമാധാനം. ഈ സർവേ വളരെ വ്യക്തമാണ്. കാരണം LDFന് ഇപ്പൊ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അവര് ഒരു ഇലക്ഷനിലൂടെ പദവികൾ നൽകിയതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അത് ജനങ്ങൾ വളരെ ശ്രദ്ധയോടെ നോക്കുന്നത്. അതൊക്കെ റോങ് ആയിട്ട് വളരെ തെറ്റായൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അതൊന്നും CPM ചെയ്യാൻ പാടില്ലായിരുന്നു. ജനങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രമസമാധാന നിലയെ സംബന്ധിച്ചിടത്തോളം LDFന് ഒരു മുന്നറിയിപ്പാണ് ഈ സർവേ നടത്തുന്നത്. ഡോക്ടർ ഐസക്, ഞാൻ കുമാറിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ ഐസക്, ഒരു പക്ഷേ ഇവിടെ മറ്റ് പല രംഗങ്ങളിലും സ്കോർ ചെയ്യുന്ന LDF ഈ ഒരു ചോദ്യത്തിന് മുമ്പിൽ സ്ലിപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഇതിൻ്റെ വലിയൊരു മുൻവിധിയും ഇപ്പൊ കേരളത്തിൽ രാഷ്ട്രീയ കൊലയപ്പെട്ടുള്ള എണ്ണം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ 70% CPM അല്ലേ? അങ്ങനെ ഇരകളായിട്ടുള്ള CPMന് ഏതെങ്കിലും സംഭവം വെച്ചിട്ട് അവരാണ് അക്രമങ്ങൾക്ക് ഉത്തരവാദികൾ എന്ന രീതിയിൽ ഒരു പൊതുസമ്മതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണം യേശുന്നുണ്ടെന്നുള്ള ഒരു സൂചനയാണ് വരുന്നത്. ആ പ്രചരണത്തിന്റെ ഒരു പ്രതിഫലനം ഇവിടെ കാണാം. സത്യത്തിൽ ഇത്തരത്തിലുള്ള സർവേകളിൽ വരേണ്ട ഒരു കാര്യം, ക്രമസമാധാനം കഴിഞ്ഞ 4.5 വർഷത്തെ പീരീഡിൽ എത്രമാത്രമാണെന്ന് റാങ്ക് ചെയ്യുക എന്നുള്ളതാണ് വരേണ്ടത്. അതല്ലാതെ ക്രമസമാധാനത്തിൽ LDF എങ്ങനെ, UDF എങ്ങനെ, ഈ നാട്ടിൽ LDFകാരെല്ലാം ക്രമസമാധാനം ഇല്ലാത്തവരും BJPക്കാരെല്ലാം അങ്ങനെ. താങ്കൾ ഇപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി ചർച്ചയിൽ പങ്കെടുക്കുന്നു. അവര് സെന്റർ ഫോർ ലെറ്റർ സ്റ്റഡീസ് അവരുടെ നിഗമനത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവർ മുമ്പോട്ട് വെക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ.
ആ ചോദ്യങ്ങൾ വളരെ ഡൈവേർജൻ്റായി ഒരു ചില തിരിച്ചും മറിച്ച് വരെ ചോദിക്കും. ബിബീഷ്, അതായത് ലാൽ പറയുന്നത് ഇങ്ങനെ ചോദിക്കണമായിരുന്നു. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഒരിക്കലും നമുക്കൊരു സർവേ നടത്തുമ്പോൾ ഒരു കൃത്യം രീതിയിൽ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ പങ്കെടുക്കുന്ന റെസ്പോണ്ടൻസ് നൽകുന്ന ഉത്തരത്തെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. അതിനു പകരം ഞങ്ങൾ പല രീതിയിൽ വോട്ടേഴ്സ് അല്ലെങ്കിൽ അവർ സംശയമാണ് ഈ UDF സർക്കാരിന്റെ കാലഘട്ടത്തിലെ ക്രമസമാധാനമാണോ അന്വേഷിച്ചത്, അതോ ഈ കാലങ്ങളായി ക്രമസമാധാനം കൊണ്ടുവരുന്നതിൽ ആരാണ് മുന്നിൽ എന്നാണോ ചോദിച്ചത്? അതായത് പൊതുവിൽ ഞങ്ങൾ ചോദിച്ച ചോദ്യം പൊതുവായിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതായത് ചോദ്യം ഇതാണ്, താങ്കളുടെ അഭിപ്രായത്തിൽ ഇനി പറയുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ LDF, UDF, BJP എന്നിവയിൽ ആരുടെ പ്രവർത്തനമാണ് മികച്ചത് എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. എന്നിട്ട് ഇഷ്യൂസ് ചോദിക്കുന്നു, ആ ഇഷ്യൂസിനോട്. പക്ഷേ എങ്കിൽ എനിക്ക് കുമാറെ ഒരുപക്ഷെ കുമാറും ശൂരനാടും കൂടി സംയുക്തമായി നടത്തിയ പ്രചരണങ്ങൾ ഐസക്കിന് പ്രതികൂലമായി ബാധിച്ചു എന്ന് മനസ്സിലായി. അങ്ങനെ ലഘുവായിട്ട് അതിനെ കാണരുത്. കാണുന്നില്ല. CPM പഠിക്കേണ്ടതും CPM മനസ്സിലാക്കേണ്ടത് അധികാരത്തിലിരിക്കുമ്പോൾ പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിലും ചില താലൂക്കുകളിൽ CPM നടത്തുന്ന അക്രമം, ആ അക്രമത്തിന് നിരവധി ഇരകളാകുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയാണ് ഞാൻ. അധികാരത്തിലിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ ഇടയ്ക്കിടപെട്ടുള്ളൂ. അല്ല, അത് അവർ മനസ്സിലാക്കണം. ആ ഒരു സൂചനയാണ് ഇപ്പൊ കിട്ടിയത്. ഇപ്പോഴെന്താ ഞാൻ ചോദിക്കട്ടെ, അവരുടെ പ്രധാനപ്പെട്ട നേതാവല്ലേ P. ജയരാജൻ, അദ്ദേഹം ഇപ്പം പിന്നെ കേസിൽ പ്രതികളാണ്. 2-3 കേസുകളിലെ പ്രതിയാണ്. അങ്ങനെയൊന്നും CBI അങ്ങനെയൊന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ചില കേസുകളിൽ CBI വേണമെന്ന് അവരും പറയുന്നുണ്ടല്ലോ. അപ്പൊ CBI എന്താ ഇവർക്കെതിരായിട്ട് ഗൗരവത്തിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഞാൻ ഒരു സെക്കൻഡ് താങ്കൾ പറഞ്ഞ് മനസ്സിലായി. പാർട്ടിയുടെ നേതാക്കന്മാർ വരെ ഡോക്ടർ ഐസക് ഒരു പക്ഷേ പെർസെപ്ഷൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാമ്പയിൻ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട പെർസെപ്ഷനാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളാണ് വിക്ടിം. ഇതൊക്കെ പറയുമ്പോൾ പോലും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിൽ ഈ ഒരു പെർസെപ്ഷനിൽ ഒരു ചേഞ്ച് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതാണ് താങ്കളുടെ. ഇപ്പോൾ കുമാർ പറഞ്ഞത് തന്നെ ഉണ്ടാക്കുന്ന സംഘടനകളിൽ ഒരു 50-60% CPM-ഉം RSS-ഉമായിട്ട് BJP-യേക്കാൾ ഒരു RSS-ഉമായിട്ടുള്ള സംഘർഷങ്ങളാണ്. ഇതിൽ മരണപ്പെട്ടവരുടെ എണ്ണം എടുത്തോളൂ. RSS-നേക്കാൾ എത്രയും കൂടുതലാണ് CPM ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ തന്നെ ഒരു 3-4 CPM-കാരുടെ മരണത്തിന് ശേഷമാണ് ഒരെണ്ണം അപ്പുറത്തുണ്ടായിട്ടുള്ളൂ. ഞാൻ അത് ഉണ്ടായതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്ന ആളല്ല. പക്ഷേ ഇതാണ് എൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ അക്രമങ്ങൾ നടത്തുന്നവരാണ് എന്നുള്ള ഒരു വലിയ പ്രചരണം തുടർച്ചയായിട്ട് ഈ കേരളത്തിൽ ആ പ്രചരണം യേശുന്നുണ്ട് വളരെ വ്യക്തമാണ്. തന്നെ ജനങ്ങളുടെ കുറ്റമായിട്ട് കാണുന്നത് ഇടതുപക്ഷത്തിന്റെ CPM പ്രത്യേകിച്ച് CPM-ന്റെ നിലപാടുകളിലുള്ള മാറ്റം പ്രധാനമാണ്. അതുണ്ടാകണം. കാരണം അതിന്റെ സിഗ്നലാണ്. അതിന്റെ എന്താ നമുക്കൊരു വ്യക്തമായി. അപ്പൊ ആദ്യം ഈ ചർച്ച തുടങ്ങിയ സമയത്ത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യമായ ഉപയോഗം ഉണ്ടാകുമെന്നൊക്കെ ഞങ്ങൾ ആശങ്കപ്പെട്ടുള്ള ചില ആൾക്കാർ, കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഇപ്പൊ ശൂരനാടിന്റെ കയ്യിൽ കൃത്യമായിട്ട് എവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഒരു പോയിന്റ് കിട്ടിയോ? സമയം കൊടുത്തല്ലോ, ഒരു സെക്കൻഡ് എനിക്കൊരു സമയം തരണം, ചെറിയൊരു സമയം. ഇടയ്ക്കിടപെടുകയും ചെയ്യരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം കേരളത്തെയും ഇന്ത്യയും ലോകത്തിന് പരിചയപ്പെടുത്തിയ നയതന്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ചൗക്കുറ്റിക്ക് അടിച്ച് താഴെ ഇട്ടപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടുകൊണ്ട് നിൽക്കാതെ. 1. 2, അജിത്ത് പറഞ്ഞ 2 പേരില്ലേ, കാരായിമാർ 2 പേരും, അവരെ 2 പേരെയും തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കുകയും അവരെ സ്ഥാനം കൊടുക്കുകയും ചെയ്തപ്പോൾ ജനങ്ങളോട്, കോടതി ശിക്ഷിച്ചവരാ, ജനങ്ങളോട് ഞങ്ങൾ മത്സരിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത്. TP ചന്ദ്രശേഖരന് ശേഷം എത്ര കൊലപാതകങ്ങൾ നടന്നു? ഞാൻ ഒരു വാക്കൂടെ ഞാൻ തീർത്തോളൂ. കഴിഞ്ഞ 5 വർഷത്തെ ഒരു സെക്കൻഡ് കൂടി. ഇതൊക്കെ ആയിട്ടും കഴിഞ്ഞ 4.5 വർഷക്കാലം അല്ലെങ്കിൽ 5 വർഷക്കാലം ക്രമസമാധാന നിലം കാത്തു സൂക്ഷിക്കുന്നതിൽ ഉമ്മൻചാണ്ടി സർക്കാർ അഭൂതപൂർവ്വമായ ഇന്നലത്തെ ഹൈക്കമാൻഡ് തീരുമാനം വന്നതോടുകൂടിയിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ എന്നുള്ള വാക്കില്ല, UDF സർക്കാർ എന്നേ പറയാൻ പാടുള്ളൂ. അങ്ങനെ പറയാൻ പാടുള്ളൂ അല്ലെ അജിത്ത്? അങ്ങനെയല്ലേ സാങ്കേതികപരമായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ. അല്ല ഒരു കാര്യമുണ്ട്, അല്ല രമേശ് ചെന്നിത്തലയ്ക്കും സൂര്യനാട് രാജശേഖരനും ഇതിൽ കഴിഞ്ഞൊരു പ്ലസ് പോയിന്റ് കിട്ടാനുണ്ടോ? നിങ്ങളുടെ സർവേയിൽ കിടക്കുകയല്ലേ? MS കുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ
ഈ കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ശ്രീ ടി പി ശ്രീനിവാസന്റെ ഈ കാര്യത്തെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അത് നടന്നപ്പോൾ നോക്കിക്കൊണ്ട് നിന്നത് ഈ സർക്കാരിന്റെ പോലീസാണ്. ഈ ടി പി ചന്ദ്രശേഖരന്റെ കാര്യം നടന്നത് ഈ മിസ്റ്റർ ലാൽ, ഒരു സെക്കൻഡ്. നമ്മൾ ഈ പുതാൻ പറഞ്ഞ ഞാൻ നേരത്തെ ഈ ബാറിന്റെ കാര്യം പറഞ്ഞ ദയവ് ഇത് മനസ്സിലാക്കി. നിങ്ങൾ കളിക്കുന്ന ആരുടെ മനസ്സ് വെച്ചാ? സാധാരണ വോട്ടർമാരുടെ മനസ്സ് വെച്ചാൽ അവരുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന പെർസെപ്ഷനെ താങ്കളുടെ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്, ഒരു അക്കാഡമിഷ്യനാണ്. യഥാർത്ഥ വസ്തുത എന്താണെന്ന് ചകഞ്ഞു പോകുന്നതല്ല. പറഞ്ഞാല് സൂര്യനാട് പറഞ്ഞു ഞങ്ങൾ എന്തൊരു സുതാര്യമായ സംവിധാനം ഇവിടെ ഉള്ളത്. പക്ഷേ ജനം പറഞ്ഞു ഒരു സുതാര്യതയില്ല, മണ്ണാങ്കട്ടാന്ന് പറഞ്ഞു. അത് ജനത്തിന്റെ തോന്നലാണ്. അത് മാത്രമല്ല, ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് സരിതയാണെന്ന് ജനം പറയുന്നു. അത് പെർസെപ്ഷനാണ്. സൂര്യനാട് വിയോജിക്കാം. എന്റെ ചോദ്യം ഇതാണ്, ക്രമസമാധാനം കൊണ്ടുവരേണ്ട ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ അതിനെ റേറ്റ് ചെയ്യുന്ന സർവേ നടക്കുമ്പോൾ ആ സർവേക്കകത്ത് ഇവിടെ കഴിഞ്ഞ 5 വർഷം താങ്കളുടെ ചോദ്യത്തിലേക്ക് നമ്മൾ വരാം. പക്ഷേ ഒരു കൊമേഴ്സ്യൽ കമ്പൽഷൻ, ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു വാണിജ്യപരമായിട്ടുള്ള ഒരു സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തിന് വിധേയമായിക്കൊണ്ട് ഒരു ചെറിയ ഒരു ബ്രേക്കിലേക്ക് പോകുന്നു. എവിടേക്കും പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഫൈൻഡിങ്സിലേക്ക് ഈ സർവേ കടക്കാൻ പോവുകയാണ്, ചർച്ച നടക്കാൻ പോവുകയാണ്. സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിന്റെ ഫലങ്ങളാണ് ഈ സവിശേഷമായിട്ടുള്ള പരിപാടിയിൽ ഞങ്ങൾ പുറത്തുവിടാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഈ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് CS-നെ സഹായിച്ച ചോദ്യങ്ങളും അതിനുള്ള പ്രതികരണങ്ങളുമാണ്, വോട്ടർമാരുടെ പ്രതികരണങ്ങളുമാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ അവസാന ഭാഗത്ത് ഒരുപക്ഷെ ഉന്നയിക്കപ്പെട്ട പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. വികസനം സംബന്ധിച്ച ജനങ്ങളുടെ കാഴ്ചപ്പാട്. വികസന മേഖലയിൽ മികവ് ആർക്ക്? ഇതാണ് ചോദ്യം. ഒന്ന് വ്യക്തമാക്കും ചോദ്യം. അതിനുള്ള മറുപടി ഡോക്ടർ ഐസക്, ഇവിടെയും ക്രമസമാധാനം ബാറ് പോലെ താങ്കൾക്ക് നിരാശജനകമാണ്. ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ്, LDF 34.1 പെർസെപ്ഷനാണ്. UDF 45.1, BJP 7%, പ്രതികരിക്കാത്തവർ 13%. ബിബീഷ് ഒന്ന് വിസ്തീരിക്കും. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പക്ഷേ UDF കുറച്ചും കൂടി എന്താ പറയുക അവധാനതയോടെ ചകഞ്ഞെടുത്ത് മുമ്പോട്ട് വെക്കാൻ സാധ്യതയുള്ള ഒരു സെക്ടർ ഇതാണെന്ന് അടിവരയിടുന്ന ഒരു ഫൈൻഡിംഗ് ആണ് ഇന്ന് വ്യക്തമാക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുന്നതിൽ ഏത് പാർട്ടിയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നതെന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. മുൻപത്തെ ചോദ്യങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അതൊരു പൊതു ചോദ്യമായിരുന്നുവെങ്കിൽ, ഇപ്പം അഴിമതിയെക്കുറിച്ചോ വിലക്കയറ്റത്തെക്കുറിച്ചോ ക്രമസമാധാനത്തെക്കുറിച്ചോ ചോദിച്ച ചോദ്യം ഒരു പൊതു ചോദ്യമായിരുന്നുവെങ്കിൽ, ഇത് മണ്ഡലത്തിൽ വികസനം കൊണ്ടുവരുന്നതിൽ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണിയാണ് ഏറ്റവും മുൻപിൽ നിൽക്കുന്നതെന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിച്ചത്. അതിനോടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. എനിക്കൊരു സംശയം, നേരത്തെ ക്രമസമാധാനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. ഇതിലൊക്കെ BJPയുടെ പങ്ക് നിങ്ങൾ എങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തു? തീർച്ചയായിട്ടും ക്രമസമാധാന പാലനത്തിൽ BJPക്ക് എന്ത് റോളാണ് ഉള്ളത്? 6%. അല്ല, അത് എങ്ങനെ എന്ത് അടിസ്ഥാനം അങ്ങനെ ഊഹം വെച്ച് പറയാൻ സാധിക്കും? അങ്ങനെയാണെങ്കിൽ BJPയുടെ കേന്ദ്ര സർക്കാരിന്റെ മാത്രമല്ലോ വിശദീകരിക്കാൻ സാധിക്കും. കാരണം അതായത് ആ ഒരു ചോദ്യം ഞങ്ങൾ ചോദിക്കുമ്പോൾ LDF, UDF, BJP എന്നിങ്ങനെ പാർട്ടികളെ തന്നെ മുൻപിൽ നിർത്തിയാണ് ജനങ്ങളുടെ മുൻപിലേക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഏത് പാർട്ടി വന്നാൽ, ഇപ്പോൾ BJP വന്നാൽ അഴിമതി തടയുന്നതിൽ അല്ലെങ്കിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ക്രമസമാധാനം പാലിക്കുന്നതിൽ സാധിക്കുമെന്ന് ചിന്തിക്കുന്ന ജനങ്ങളുടെ പ്രതികരണമാണ്. അതിനകത്ത് ഒരു ആക്ഷേപം. എന്താ കാരണം എന്ന് വെച്ചാൽ BJP എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സർക്കാർ സംവിധാനം നയിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒരുപാട് BJPയുടെ കീഴിലുണ്ട്. അല്ലെങ്കിൽ അവർ വികസനം എന്ന് കാണുന്നത് അവിടെ പ്രതികരിക്കുന്നത് BJP അധികാരത്തിൽ വന്നാൽ അവരെങ്ങനെ ആ രീതിയിൽ താങ്കൾക്ക് സന്തോഷം പകരുന്ന അടുത്ത സൂചകം. അപ്പൊ ഈ സർവേ കുറ്റമറ്റ സർവേ 25 വർഷത്തിനുള്ളിൽ എന്തെങ്കിലും പുതിയൊരു വികസന പ്രവർത്തനം ഇത്രയും ശാസ്ത്രീയമായി നടത്തിയത്? കണ്ണൂർ വിമാനത്താവളം, മെട്രോ ട്രെയിൻ, വിഴിഞ്ഞം പദ്ധതി, ഇത്രയും ഗവൺമെന്റ് കാലത്താണ്. ഇത്രയും വന്നുള്ളല്ലോ സ്മാർട്ട് സിറ്റി, എന്നിട്ട് ഇത്രയും വന്നുള്ളല്ലോ എന്നുള്ളതാണ് എന്റെ സംശയം. സ്മാർട്ട് സിറ്റിയിൽ നിങ്ങളിപ്പോൾ ഉദ്ഘാടനം ചെയ്ത ഫേസില്ലേ, കോഴിക്കോട് ഈ സർക്കാരിനൊരു പിന്തുണയില്ലാതെ നമ്മുടെ ഒരു സഹകരണ സംഘം
ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് ഇതിന്റെ ഇരട്ടി കപ്പാസിറ്റി ഉള്ള കെട്ടിടോ അടുത്ത ആഴ്ച ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. എന്റെ സൂര്യനാണ് ഒരു സെക്കൻഡ് കൂടുതലാണ്. ഒരു സൂര്യനാണ് ഒരു ബഹളം ഉണ്ടാക്കാൻ ഞാൻ 1,00,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടാക്കി. അതെ, അവിടെ ഈ പറഞ്ഞ 250 ഏക്കർ അവിടെ സൗജന്യമായി കൊടുത്ത് ഇവിടെ പൈസ കൊടുത്ത് മേടിച്ചാൽ 1,00,000 ഉണ്ടാക്കി. ഞാൻ ചെറുതായി കാണുന്നതല്ല, ഇതെനിക്ക് ഈ 5 ലക്ഷം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ മെഗാ പ്രൊജക്ടുകളെല്ലാം തുടർച്ചകളാണ്. അല്ല, ഇവര് തലയിലുദിച്ച് ഇപ്പൊ നടപ്പാക്കിയിട്ടുള്ള കാര്യങ്ങളാണോ? അതെ, രണ്ടാമത്തത്, ഇതൊന്നും പണി തീർക്കാതെ ഉദ്ഘാടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ ചോദ്യത്തിനെ കുറിച്ചല്ല, മണ്ഡലമാര് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അത് കേരളത്തിലുള്ള ഒരു പൊതു അഭിപ്രായമാണ്. LDFന്റെ ആരെങ്കിലും UDFന്റെ കോൺഗ്രസ്സുകാരെങ്കിലും മണ്ഡലത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ എത്രയും ഉദാഹരണങ്ങൾ ഇപ്പോൾ ഇനി പറയുന്നില്ല, അവർ ആ മണ്ഡലം നേഴ്സ് ചെയ്യും, ആളുകളെ ബന്ധപ്പെടും, എന്താ ചെയ്യുക, വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അതോടെ ഉറപ്പിക്കും. LDF പൊതുവിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മണ്ഡലവുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല നിൽക്കാൻ. നേതാക്കന്മാരാണെങ്കിൽ പിന്നെ പറയാനുമില്ല, ആ രീതിയിലുള്ളൊരു ഇടപെടലല്ല. ഇത് അന്താരാഷ്ട്ര രാഷ്ട്രീയം കുറച്ചുകൂടെ കൂടുതലാണ്. ഇപ്പോഴല്ല പൊതുവിൽ തന്നെയാണ് കേരളത്തിന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് UDFന്റെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരാരെങ്കിലും ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുന്ന് ഡിസ്ലോഡ് ചെയ്യാൻ സ്വല്പം ബുദ്ധിമുട്ടാണ്, വലിയ ഫൈറ്റാണ്. അപ്പൊ അതിനെ പ്രതിഫലിപ്പിക്കുന്ന വളരെ സത്യസന്ധമായിട്ടുള്ള ഡോക്ടർ ഐസക് ഇത്രത്തോളം കടന്നു പറയുമെന്ന് ഞാൻ വിചാരിച്ചു. തങ്ങൾ പറഞ്ഞു, അതായത് ഒരുപക്ഷെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ ഇപ്പോഴുള്ള പ്രവർത്തന രീതിയിൽ കുറച്ച് മാറ്റം വേണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കുറച്ച്, അതെ, നിശ്ചയമായിട്ടും വേണം. ഇപ്പൊ മലബാറിലെ പല മണ്ഡലങ്ങളും ഇന്നും അവികസിത പ്രദേശങ്ങളായി കിടക്കുന്ന പല സ്ഥലങ്ങളും നമ്മളൊക്കെ, നിങ്ങൾ കണ്ണൂരുകാരനാണല്ലോ, അറിയാമല്ലോ, പല കണ്ണൂരൊക്കെ എത്രയോ വികസിച്ചിരിക്കുന്നു പല സ്ഥലങ്ങളും ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനിൽ ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷനിൽ LDFന് സംസ്ഥാനത്തെ മാനിഫെസ്റ്റോ മാത്രമല്ല, ഓരോ മണ്ഡലത്തിലും എന്താ ചെയ്യാൻ പോണെന്ന് മാനിഫെസ്റ്റോ ഉണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. അതെ, എന്തായാലും ശൂരനാട് ഇത് കറക്റ്റ് ആണോ? അല്ല, ഒറ്റ കാര്യം കൂടി കേട്ടോ. ഇദ്ദേഹം വിഴിഞ്ഞ പദ്ധതിയുടെ കാര്യം പറഞ്ഞല്ലോ. 8 മന്ത്രിമാര് UDFന്റെ കേന്ദ്രത്തിലുണ്ടായിരുന്ന സമയത്ത് നടക്കാത്ത കാര്യമാണ്. അന്ന് ബ്ലോക്ക് ചെയ്തത് മോഡി സർക്കാർ വന്നപ്പോ വിഴിഞ്ഞ പദ്ധതിയുടെ എല്ലാ അംഗീകാരവും കൊടുത്ത് അത് നടപ്പാക്കാൻ തീരുമാനിച്ചു. ഇത് കേരള ഗവൺമെന്റ് പദ്ധതിയല്ലേ? ഗവൺമെന്റ് ആരാണെങ്കിലും എങ്കിൽ പോലും ഒരു പക്ഷേ ഈ ഒരു മേഖലയിൽ ഒരു പെർസെപ്ഷൻ ഡോക്ടർ ഐസക് വളരെ കൃത്യമായിട്ട് അത് കൺഫൈഡ് ചെയ്തു, അത് സമ്മതിച്ചു. അതായത് പ്രാദേശിക തലത്തിലുള്ള MLA-മാരുടെ വികസന സ്വഭാവം, അത് ആ പറഞ്ഞ ഒരു രീതിയാണ് അല്ലേ, ഒരു വികസന രീതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ പബ്ലിസിറ്റി, പെർസെപ്ഷൻ, മീഡിയയുടെ ഒരു, അത് മാത്രമല്ല CPM അല്ല LDF MLA-മാരുടെ വരട്ട് തത്വവാദം ഉണ്ടല്ലോ, ജനങ്ങളുമായി ബന്ധപ്പെടാത്ത. ഇപ്പോൾ UDF MLA-മാരാണെങ്കിൽ കല്യാണത്തിന് പോവും, മരണത്തിന് പോവും, ജനങ്ങളുമായി ബന്ധപ്പെടും, ചെറിയ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെടും. അതൊന്നും LDF-കാർ ചെയ്യുന്നില്ല, പലയിടത്തും ചെയ്യുന്നില്ല. ചെയ്യുന്നവർക്ക് സക്സസ് ആവുന്നു. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ തോമസ് ഐസക് അവിടെ പച്ചക്കറി കൃഷി വരെ നടത്തി. എത്ര LDF MLA-മാരുണ്ട് ഈ നിയമസഭയിൽ? എത്ര LDF MLA-മാർ, CPM ഉൾപ്പെടെ എത്ര MLA-മാരുടെ പേര് ഇവിടുത്തെ പത്രക്കാർക്ക് അറിയാം? എഴുന്നേക്കത്തില്ല വികസനം. അതുകൊണ്ട് ആ പെർഫോമൻസിനെ സംബന്ധിച്ചിടത്തോളം UDF വളരെ മുന്നിലാണ്. അതിനകത്ത് വികസനം എന്നുള്ള കാര്യത്തിനകത്ത് MLA-മാർ മരണത്തിന് പോകുന്നതും കല്യാണത്തിന് പോകുന്നതും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് റോഡ്, ഈ സ്മാർട്ട് സിറ്റി, വിഴിഞ്ഞം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഈ ഘട്ടത്തിൽ ജനങ്ങൾ ശ്രദ്ധിച്ചുണ്ടാവുക. നമ്മളത് കുറച്ച് കണ്ടിട്ട് കാര്യമില്ല, ഈ സർവേ നടത്തുന്ന ഘട്ടത്തിൽ. പക്ഷെ അങ്ങനെ വരുമ്പോൾ പോലും ഒരു കൃത്യമായ അളവിലുള്ള ആളുകൾ LDF-നെ സപ്പോർട്ട് ചെയ്യുന്നവർ അതിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും, ആ ഗവൺമെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതായത് നമ്മൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് എടുത്ത് പരിശോധിച്ചു. അതിൽ UDF-ന് വളരെ മോശകരമായ ഇൻഡിക്കേറ്റർ നമ്മുടെ ചർച്ച ചെയ്തു.
പക്ഷെ UDF-ന് ഗുണകരമാവുന്ന ചില ഏതാനും ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ LDF പരാജയമാണ്. ആ, അത് വ്യക്തമാക്കണം. ഞാൻ LDF-ന് വേണ്ടിയിട്ടില്ല. ഞാനിവിടെ ശ്രീ MS കുമാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. BJP ഭരിക്കുന്നില്ല എന്നിട്ട് എന്തുകൊണ്ട് വോട്ട് കൊടുക്കുന്നു എന്നുള്ള കാര്യം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആ 7% പേര് കൃത്യമായി അതിലൊരു 5% BJP-ക്ക് താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന അടിയുറച്ച BJP-ക്കാരാണ്. അങ്ങനെയുള്ള ആളുകൾ മറ്റേ രണ്ട് ഭാഗത്തും ഉണ്ട്. എനിക്കൊരു വാക്കുകൂടി. ഞാൻ ഈ 5 പദ്ധതികളെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഡോക്ടർ ഐസക് പറഞ്ഞു ഇത് കണ്ടിന്യൂറ്റിയാണ്. ശരി, സമ്മതിക്കും. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം 100 പാലങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ. ഗവൺമെന്റ് വികസനത്തെ ഒരു മാസക്കാലത്തിനുള്ളിൽ 100 പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത് 50% ഞാൻ നേരിട്ട് ഒപ്പിട്ട് കൊടുത്തു. ശരിയായിരിക്കും. പക്ഷേ തകർന്നു കിടന്ന പാലങ്ങൾ ഇത്രയും നമ്മൾ മലബാറാണ് ഈ പറഞ്ഞ നമ്മൾ പരാമർശിക്കുന്ന മേഖല മലബാറാണ്. വളരെ ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റർ കൂടെ പരിശോധിച്ചിട്ട് നമ്മൾ കാതലായ ഭാഗത്തേക്ക് പ്രവേശിക്കാം. ന്യൂനപക്ഷം ഡോക്ടർ ഐസക്കും കുമാറും ശ്രീ ശൂരനാട് ഒരുപോലെ നോക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് അമിത പരിഗണന, ഇത് വളരെ അല്പം അംബിഗിറ്റി ഉള്ളൊരു ചോദ്യമാണ്. പക്ഷേ അംബിഗിറ്റി ഇല്ല എന്ന് ഇവർ പറയും. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അമിത പരിഗണന നൽകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ 19.8%. പ്രത്യേക പരിഗണന വേണം ന്യൂനപക്ഷങ്ങൾക്ക് വേണം ചിന്തിക്കുന്ന ആൾക്കാർ 40.2%. 2 നിരീക്ഷണത്തോടും യോജിപ്പ് 18.6%. 2 നിരീക്ഷണത്തോടും വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ ഈ 18.7 ഈ ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അതാണ് വിയോജിച്ചിട്ടുണ്ടാവുക അല്ലേ? ബിബീഷ് ഒന്ന് വിശദീകരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററാണ്. ഇതൊരു പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ ഗതിവിഗതികളെ നിർണ്ണയിക്കുന്ന ഒരു പോയിന്റാണ്. പറയും. 2016 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ ഈ ഒരു ഘട്ടം സർവേയിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ഈ ഒരു ചോദ്യത്തോടുള്ള പ്രതികരണമാണ്. കാരണം ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ ധ്രുവീകരണവും എന്നൊരു ആശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് CS-ൻ്റെ ഒരു ചോദ്യം വോട്ടർമാർക്കിടയിലേക്ക് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങളുടെ ചോദ്യം ഇങ്ങനെയായിരുന്നു: 2 പ്രസ്താവനകളാണ് ജനങ്ങളുടെ മുൻപിലേക്ക് ഞങ്ങൾ വെക്കുന്നത്. ഈ പ്രസ്താവനയിൽ ഏതിനോടാണ് അവർക്ക് യോജിപ്പ് എന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: വോട്ടിന് വേണ്ടി കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് അർഹിക്കുന്നതിലും കൂടുതൽ പരിഗണന നൽകുന്നു എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന: ന്യൂനപക്ഷ സമുദായങ്ങൾ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിലായതിനാൽ സർക്കാരുകൾ അവർക്ക് പ്രത്യേക പരിഗണന നൽകണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രസ്താവന. ഈ 2 പ്രസ്താവനകളോട് വോട്ടർമാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചത്. അതിലെ കണ്ടെത്തൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. വ്യക്തമായി. പക്ഷേ എനിക്കിപ്പോഴും ആരാ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരു കേരളത്തിൽ ഒരു കൺസെൻസസ് ഉണ്ട്. അതായത് ന്യൂനപക്ഷങ്ങൾക്കുള്ള ആ പരിഗണന അല്ലെങ്കിൽ അവർക്കുള്ള ഒരു സ്ഥാനം നിലനിന്ന് കാണണം എന്നുള്ള ഒരു കൺസെൻസസ്. അല്ല, ഇത് ഓവറോൾ ഇൻഡിക്കേറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 3 ഐറ്റംസും കൂടെ ഒരുമിച്ച് വരും. 19, 40, 18. അല്ല, പക്ഷെ 19 അമിത പരിഗണന അത് കുമാറിന്റെ വിഭാഗക്കാരാണ്. പക്ഷേ ആ 19 എന്ന് പറയുമ്പോൾ കുമാറിന് ഉള്ള ഒരു രാഷ്ട്രീയ സ്പേസിനെ 40-60 വേണം, അതിജീവിക്കുന്ന ഒരു സ്പേസ്. 40-60 വേണം അതിനകത്ത്. ബ്രിട്ടാസ് 40-60 വേണം. ചോദ്യത്തിലെ ആ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നതിൽ സാമ്പത്തികമായിട്ടും മറ്റും പിന്നോക്കം നിൽക്കുന്നതുകൊണ്ട് പ്രത്യേക പരിഗണന വേണമെന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ശരിയായ പ്രസ്താവനയാവില്ല. കാര്യം 40% എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ ശതമാനമേ വരുന്നുള്ളൂ. അത് ശ്രദ്ധിക്കണം. അതാണ് ഞാൻ മലബാർ മാത്രമാണോ ചോദിച്ചത്. അതാണ് എൻ്റെ 40% എന്ന് പറയുന്നത്. എങ്കിലും 19% ഇതിനോട് ഭയങ്കരമായിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളും നടക്കുന്നുള്ളൂ എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യം. 19 എന്ന് പറയുന്നത് കുമാറിന്റെ പൊളിറ്റിക്കൽ സ്പേസിന്റെ ഇരട്ടിയാണ്. അങ്ങനെ വിമർശനമുള്ളവരുണ്ട്. 40-60 വെച്ചോ. അതായത് ഒരു മൈനോറിറ്റി പാമ്പറിംഗ് ഉണ്ട് എന്ന് പണ്ട് ശ്രീ AK ആന്റണി പറഞ്ഞത് ശരിയാണെന്നാണോ ശൂരനാട് പറയാൻ ശ്രമിക്കുന്നത്? അല്ല, അതിന് വാസ്തവമുണ്ട്. ബിജെപിയുടെ അഭിപ്രായം മാത്രമായിരിക്കണമെന്നില്ല. ശൂരനാട് പറയുന്നത് ഇപ്പോൾ ഒരു മൈനോറിറ്റി പാമ്പറിംഗ് നടക്കുന്നുണ്ട്. ഇല്ല, അതല്ല. AK ആന്റണി പറഞ്ഞതോട് യോജിപ്പുണ്ട്. അതാണ്, അത് വാസ്തവമാണ്. താങ്കൾ പറഞ്ഞപ്പോഴാണ് AK ആന്റണി പറഞ്ഞത് പൂർണ്ണമായി വാസ്തവമാണ്. അതല്ല, ഒരു സെക്കൻഡ്. AK ആന്റണി പറഞ്ഞത് 10 വർഷം മുമ്പ്. ഇപ്പോഴുള്ള ചോദ്യം, എന്റെ ചോദ്യം, ഇപ്പോൾ ഒരു മൈനോറിറ്റി പാമ്പറിംഗ് നടക്കുന്നുണ്ടോ? കേരളത്തിലില്ല.
വേറെ എവിടെയുള്ള കേരളത്തിൽ ഇല്ലെന്ന് അല്ല, അത് ശൂരനാട് മാത്രമേ ഉള്ളൂ. അത് കേരളത്തിൽ നടക്കുന്നുണ്ടെന്ന് യു പി സർവേ അല്ലല്ലോ, ഇത് കേരള സർവേ അല്ലേ? എന്നാലും ശൂരനാടിന് ഒരു ചെറിയൊരു വിഷമം. ആദ്യം ഇത് പറഞ്ഞു വെച്ചതാണ്. പക്ഷെ ആന്റണിയുടെ ചുമൽ ഉണ്ടെന്ന് വിചാരിച്ചു. ആ ചുമൽ എടുത്തു മാറ്റിയപ്പോൾ ശൂരനാട് പറഞ്ഞു ഞാനില്ല ആ പരിപാടിക്കുന്നത്. ആ മൂന്നാമത്തെ കാറ്റഗറി അത്ര അപ്രധാനമൊന്നും തള്ളേണ്ടതല്ല. അത് ഏതാണ് മൂന്നാമത്തെ കാറ്റഗറി? അതായത് രണ്ട് നിരീക്ഷണത്തോട് യോജിപ്പ്. ആദ്യം ന്യൂനപക്ഷങ്ങൾക്ക് അമിത പരിഗണന ഉണ്ടെന്നുള്ളത് പോസിറ്റീവായിട്ട് കാണണം. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക പരിഗണന വേണം. ലാല, ഞാനിപ്പോൾ ഒറ്റ ഫാക്ട് എടുത്തു. ഡോക്ടർ ഐസക് പറഞ്ഞ പോലെ അമിത പരിഗണന നൽകുന്നുണ്ട് എന്നുള്ള പരാതി പരിദേവനമുള്ള 19% പേര് കറക്റ്റ് ആയിട്ടുണ്ട്. ആ 19 എന്ന് പറയുന്നത് BJPയുടെ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയേക്കാൾ വലുതായിട്ടുള്ള സംഖ്യയാണ്. അവർ മുഴുവൻ BJP വോട്ട് ചെയ്യണമെന്നില്ല, പക്ഷേ എങ്കിൽ പോലും ആ ചിന്തയുണ്ട്. എന്തായാലും ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് നമ്മൾ പോകണം. അത് കഴിഞ്ഞ് മർമ്മത്തിലേക്ക് നമ്മൾ